മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടാന്തരവും സ്ഥാനാർത്ഥിയോടൊപ്പം CPMന്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിൽ വിതരണം ചെയ്യുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ബഹുമാനപ്പെട്ട കേരള ഇലക്ഷൻ കമ്മീഷനോട് BJP ആവശ്യപ്പെടുന്നു, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പെൻഷൻ പദ്ധതിയുടെ പേരിൽ CPM ഫോമുകൾ വിതരണം ചെയ്യുന്ന രീതി ചട്ടലംഘനമായിട്ട് കണ്ട് CPMനെതിരെയും അതിനെക്കുറിച്ച് പരാതി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ അയോഗ്യനാക്കുന്ന രീതിയിലുള്ള നടപടികളെടുക്കാൻ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പരാജയ ഭീതി മൂലം CPM എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിലുള്ള കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും BJP ആവശ്യപ്പെടുകയാണ്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ CPM ചെയ്യുന്ന മറ്റൊരു കുതന്ത്രം ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ യോഗങ്ങൾ വാർഡടിസ്ഥാനത്തിൽ ഒരുമിച്ച് വിളിക്കലാണ്. ഞങ്ങൾക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത്, കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അങ്ങയുടെ കുടുംബ സ്വത്തിൽ നിന്നല്ല. കേരളത്തിലെ ക്ഷേമ പെൻഷൻ അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെയോ ഔദാര്യവുമല്ല. അത് അർഹരായിട്ടുള്ള പാവങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കഴിഞ്ഞ 5 മാസമായിട്ട് വൈകിപ്പിച്ച് അവരെ ദ്രോഹിക്കാവുന്ന എല്ലാ ദ്രോഹവും ചെയ്ത് അവരുടെ സമരത്തെ പോലും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവരെ പിച്ചച്ചട്ടി എടുപ്പിച്ച പിണറായി വിജയൻ ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ പേരിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സത്വരമായിട്ടുള്ള ശ്രദ്ധയും നടപടിയും ഇത്തരത്തിലുള്ള കാര്യത്തിലുണ്ടാകണം. ഇത്തരത്തിൽ ജനങ്ങളെ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും, ഭരണ സംവിധാനം ഉപയോഗിച്ച് വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും അതിലൂടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിമതന്മാരുടെ വലയിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ CPMന്റെ വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു. 6-7 വിമത സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് തന്നെ CPMനുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. കോൺഗ്രസിനും 4-5 വിമത സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ സ്വന്തം സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ വിമത സ്ഥാനാർത്ഥികളെയും, സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തുല്യമായിട്ടുള്ള വിമത സ്ഥാനാർത്ഥികൾ പലയിടത്തും CPMനും കോൺഗ്രസിനുമുണ്ട്. വിമത ഭീഷണി ഈ 2 മുന്നണികളെയും കാര്യമായിട്ട് ബാധിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി NDA ഒരച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരച്ചടക്കമുള്ള മുന്നണി എന്ന നിലയിൽ വിമത ശല്യം ലെവലേശമില്ലാത്ത എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചു. വിമത ശല്യമില്ലാത്ത ഒരു മുന്നണിയായിട്ടും രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ സാധിച്ചു എന്നുള്ളതും ഞങ്ങളുടെ ഒരു അഭിമാന നേട്ടമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി NDAയും കണക്കാക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയരുന്ന മറ്റൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഴിഞ്ഞാട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിവസ്ത്രയാക്കി നിർത്തിയിരിക്കുകയാണ്. അവരുടെ കോൺഗ്രസിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി മുതൽ KPCC നേതാക്കന്മാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്, ഭയചകിതരായിട്ടിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ വിവസ്ത്രമാക്കി നിർത്തുമ്പോൾ
അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി പോലും കെ.സി. വേണുഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയക്കുന്നത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ തങ്ങളുടെ കള്ളക്കളികളും അതോടൊപ്പം തന്നെ പുറംപൂച്ചും പുറത്തു വരുമെന്നുള്ള ഭയമാണ് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഇന്ന് ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമെന്ന് തോന്നിയാൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേസെടുക്കാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആവർത്തിച്ച് അവരുടെ ഫോൺ സംഭാഷണവും ചാറ്റിങ്ങും പുറത്തുവിട്ടിട്ടും ഇതുവരെ സുവമോട്ടോ കേസെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് കേരള സമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയപ്പെടുകയാണോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. അയാളെ ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. കേസെടുത്ത് ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. കേരളത്തിലെ പൊതുപ്രവർത്തന സംസ്കാരത്തിന് മുഴുവൻ അപമാനമാണ് ഈ കോൺഗ്രസ് നേതാവ് MLA-യുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ ഇങ്ങനെ അഴിച്ചുവിടാൻ കോൺഗ്രസും CPM-ഉം തമ്മിലൊരു ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്.